80 രൂപ 80 രൂപ ഒരു 90 രൂപ. അതെ, ഒരുത്തൻ വിളിച്ചിരിക്കുന്നു 90 രൂപ. 100 രൂപ. ഒരു കറമ്പൻ 100 രൂപ. 110 രൂപ. ഒരു കുള്ളൻ 110 രൂപ. 115. സമര ഷർട്ടുകാരൻ 115 രൂപ. 120 രൂപ. നല്ല പിടയ്ക്കുന്ന മത്തി, പിടച്ച് മരിച്ച മീൻ 120 രൂപ 2 തരം. 125. 125 രൂപ ഒരു തരം. ഇതാണ് പരീക്കുട്ടിയുടെ മകൻ പിരീക്കുട്ടി. ഇന്ന് കമ്മീഷൻ ഏജന്റാണ്. മാർക്കറ്റിലെ ഈ തിരക്ക് പിടിച്ച നിൽപ്പ് കണ്ടാലറിയാം ഇവിടുത്തെ എന്തൊക്കെയോ ആണെന്ന്. 125. 130. ഇതാണ് കരുണൻ, ഈ കടപ്പുറത്തിൻ്റെ മുറിവൈദ്യൻ. നാട്ടുകാർ ഇദ്ദേഹത്തെ ഓമനിച്ചു വിളിക്കുന്നത് നായങ്കരണൻ എന്നാണ്. നീ ഒലത്തും. എടാ, നീ വല്ല പച്ചക്കറിയും മേടിച്ചു കൂട്ട്. പച്ചമരുന്ന് കടക്കാരൻ പച്ചമീൻ മേടിക്കാൻ വന്നേക്കണ്. പല ചേട്ടത്തിമാരുടെ വല്ല ചീഞ്ഞ ചാളയാ വെട്ടാനാ വാളാനോ എല്ലാം മേടിച്ച് കഴിക്കാം. എത്ര വിളിച്ചേ? 160. 160. 80 രൂപ 3 തരം. എനിക്ക് ഞാൻ തന്നെ ലേലം ഉറപ്പിച്ചു. ഒരുത്തരും മീൻ തരില്ല. എല്ലാവരും വീട്ടിൽ കൂടെ പൊക്കോളൂ. ചാകരയാണോ? ഞാൻ ഉണ്ടാക്കിയ മീൻ ഞാൻ തന്നെ ലേലം വിളിക്കാം. ഞാൻ തന്നെ എടുക്കും. എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ, എല്ലാവരും പൊക്കോ. എന്നെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ആരും വെച്ച് വരാനില്ലെങ്കിൽ ഞാൻ എങ്ങനെയും വെച്ച് കഴിച്ചോളാം. നീ പോടാ. ഇവർ തമ്മിൽ എന്നും മത്സരമാണ്. ഇവർ തമ്മിലുള്ള മത്സരം എന്തിനാണെന്ന് പിന്നാലെ നമുക്കറിയാം. ഇത് കറുത്തമ്മയുടെ മകൾ വെളുത്തമ്മ. കോളേജിലേക്കുള്ള പുറപ്പാടാണ്. എന്റെ പടച്ചോനെ, എന്റെ വാപ്പാടെ കയ്യിൽ നിന്ന് വള്ളവും വലയും മേടിച്ച പൈസ കൊണ്ട് ഒരുത്തന് MIT മേടിച്ചു കൊടുത്ത് അതിന്റെ പുറകെ ഇരുന്ന് ഷൈൻ ചെയ്ത് പോവല്ലേടി കറുത്തമ്മേ. എന്റെ വാപ്പാനെ ചതിച്ചതിന് നിന്റെ മോളെ ഞാൻ ചതിക്കൂടി കറുത്തമ്മേ. വന്നല്ലോ വനമാല. ഹായ് വെളുത്തമ്മ. വെളുത്തമ്മ, എനിക്ക് വേണ്ടി 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, പറ്റുമോ? എനിക്ക് ക്ലാസ്സിൽ ചെന്ന് ഹോംവർക്ക് ചെയ്യാനുള്ളതാ. അതെയോ? എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറഞ്ഞു. അതായത് ഭാവിയിൽ പഠിച്ച് ആരായിട്ടാണ് മോഹനൻ അല്ല മോഹം? എനിക്ക് പഠിച്ച് വലിയൊരു ഹോം നേഴ്സ് ആവണം. എനിക്ക് ആ ഹോസ്പിറ്റലിൽ ഡോക്ടറാൻ പറ്റിയല്ലോ. കാരണം വെളുത്തപ്പഴത്തിന് പഠിപ്പും പത്രാസും എനിക്കില്ലല്ലോ. അതൊക്കെ പോട്ടെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പറയാനുണ്ട്. അത് കുറെ നാളായിട്ട് ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുക. വെളുത്തമ്മയ്ക്ക് എന്നെ ഇഷ്ടമാണോ? അത് പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ഇഷ്ടപ്പെടണമെങ്കിൽ ഇപ്പൊ ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അത് ഞാൻ പിന്നെ പറയാം. എനിക്കിപ്പോഴും നിങ്ങളുടെ പുറകെ നടക്കാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് രണ്ടിലൊന്നും ഇപ്പൊ അറിയണം. എത്ര നാളായി പുറകെ നടക്കുന്നു? ഇഷ്ടമാണെന്ന് പറയടി. ശരിയാ, എത്ര നാളായി പുറകെ നടക്കുന്നു? ഒന്ന് പറയടി. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ. നാളെ വൈകിട്ട് കോളേജ് വിട്ട് വരുമ്പോ ഇതിനുള്ള മറുപടി പറയാം. അത് ശരി. അപ്പൊ കോളേജ് വിട്ടു വരുന്നവരെ ഞാൻ ഇവിടെ കുത്തിയിരിക്കണം. ഞാൻ അതിന് റെഡിയാ. അതൊന്നും വേണ്ട. നാളെ വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോ വീട്ടിൽ വന്നാൽ മതി. ഞാനൊരു തീരുമാനം പറയാം. അയ്യോ, വേഗം വാടി. ഇവളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ബാപ്പ ഇവളുടെ അമ്മക്ക് വള്ളവും മലയും മേടിക്കാൻ കൊടുത്ത കാശെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഈ വെളുത്തമ്മ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ. ഇവളിത് എവിടെ പോയി കിടക്കുകയാണ്? കോളേജ് വിട്ടില്ലേ? ഇനി ആ പരീക്കുട്ടി എങ്ങാനും വരുന്ന വഴി കേറി മുട്ടി റൂട്ട് തിരിച്ചു കൊണ്ടുപോയാവോ? എന്റെ പൊന്നോ, ഓരോ ദിവസം ചെല്ലുന്തോറും പടവളം വലുതാവുന്ന പോലെ പടർന്ന് പന്തലിച്ചല്ലേ വരുന്നത്. ഈ കണക്കിന് പോയാ അവൾ അവിടെ അമ്മേനെയും വെട്ടും. എന്റെ നറുനണ്ടിക്കാവ് ഭഗവതി. അതെ നായക്കറിനേട്ടാ, എന്തോ എന്റെ മുഖം ദേ ഈ ചുവന്ന തുടുത്ത് ഇവളെ പോലെ സുന്ദരിയാവാൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ? അതെ, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. എന്റെ ഓമന പേരിലുള്ള പൊടി 3 നേരം മുഖത്ത് പിറക്കിയാ മതി. പൊടി. അയ്യടാ, അത് ചേട്ടന്റെ മുഖത്തങ്ങ് തേച്ചാ മതി. ഒന്ന് പൊടി കൊടുത്ത്. ആ വെളുത്തച്ചെള്ള മരുന്ന് കൊടുത്തേ. മേടിച്ചോ. അത് തന്നെയാടാ. വൈദ്യുതി പറഞ്ഞ പോലെ അങ്ങ് കൊടുത്താ മതി. 3 നേരം കഴിക്കാൻ വൈകുന്നേരം ചെല്ല്. അയ്യോ, പോണ പോക്കിയണ്ടില്ലേ. വെളുത്തമ്മേ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എനിക്ക് ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടക്കൽ അരിവിതശാലയിൽ ലേഹ്യമുണ്ടാക്കുന്ന അലോഷിയുടെ മകൾ മനീഷയെ എനിക്ക് വേണ്ടി ആലോചിച്ചതാ. എന്നിട്ട് കരുണേട്ടൻ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് ഒരാളോട് ആലോചിക്കാറുണ്ട്. ആരുമായിട്ട്? ഓ, അതും അറിയില്ലേ? ഈ നിൽക്കുന്ന വെളുത്തമ്മയോട്. അല്ലാണ്ട് ആരോടാ? അതും അറിയില്ല. കൊറേ നാളായില്ലേടി ഇങ്ങനെ പുറകെ നടക്കുന്നു. ഇഷ്ടമാണെന്ന് പറ.
അത് പിന്നെ അത് പിന്നെ നാളെ വൈകിട്ട് കോളേജ് വിട്ടു വരുമ്പോ ഞാൻ മറുപടി പറയാം. ഓ ഓ അല്ല വേണ്ട, നാളെ വൈകിട്ട് കൃത്യം 6 മണിയാകുമ്പോ വീട്ടിൽ വന്നാൽ മതി. ഞാനൊരു തീരുമാനം പറയാം. ഓ ആരെങ്കിലും ടോർച്ച് ബൾബ് കൊണ്ടോ തെളിച്ചാടം വെട്ടയില്ലെന്ന് കാണൂല. ഇത് എപ്പ ചെല്ലാനാണ് വീട്ടിൽ? ഒരു ലൈൻ മറിച്ചിട്ട് അതിലും വഴി നടക്കണം, അല്ലെങ്കിൽ കാലുറക്കണില്ല. അയ്യോ എല്ലാരും പിടിക്കണത്. അതെ, ഇവിടെ നീ കൊല്ലുന്ന നോട്ടം നോക്കാ. ഇതിലാരാ തങ്കപ്പെന്ന് വെച്ചാ വിളിച്ചിട്ട് പോചേച്ചാട്ട്. അപ്പൊ ഇതാണ് തങ്കപ്പൻ. അയാൾക്കടെ കാര്യം അയ്യോ രാമായണ മാസാണെന്ന്. രാമായണം വായിക്കാനായിട്ടിട്ട് എന്ത് നോക്കിക്കടാ? ഒന്ന് വീട്ടിൽ പോടാ പണ്ടാരൊക്കെ. ഈ കർക്കിടക മാസത്തിൽ 2 കിട്ടാറില്ലാണല്ലോ. ഒരെണ്ണത്തിന് കുറവുണ്ടോ? അയ്യോ എല്ലാം ഓക്കെ ഓക്കെടാ. താങ്ക് യു. അമ്മേ അമ്മേ അയ്യോ അമ്മേ, ഞാൻ കടപ്പുറത്ത് പോയി കിടന്നോളാടി. നീ പോടി. തങ്കപ്പച്ചേച്ചി, എനിക്ക് വീടില്ലാട്ടോ. അവൾ എന്റെ ഭാര്യ കണ്ടിരുന്നു. എന്റെ ഭാഗ്യം. ഇല്ലെങ്കിൽ ഞാൻ കുറെ മേടിച്ചു കൂട്ടിയാണ്. എന്റെ ദൈവമേ. പാന്റിനുള്ളിൽ പൈന്റാണ്, ചുണ്ടിനുള്ളിൽ ഹാൻസാണ്. പൈന്റടിച്ചാൽ സേവിച്ചു സേവിച്ചു ഇവർ നീരും മുമ്പേ നീ എന്നെ തനിച്ചാക്കിയകന്നിടുമോ? ഒന്നും രണ്ടാണ്, രണ്ടടിച്ചാൽ പൂസാണ്. പൂസായ ഞാൻ വിറ്റാകും സോണിയ സോണിയ. കടപ്പുറം ഹൈസ്കൂളിൽ നാം അന്ന് പഠിക്കുമ്പോൾ പുളിമാങ്ങ സാൽട്ടും കൂട്ടി കഴിച്ചതല്ലേ. കടപ്പുറം ഹൈസ്കൂളിൽ നാം അന്ന് പഠിക്കുമ്പോൾ പുളിമാങ്ങ സാൽട്ടും കൂട്ടി കഴിച്ചതല്ലേ. മാങ്ങ തിന്നത് നീയാണ്, തല്ലുകൊണ്ടത് ഞാനാണ്. തല്ലെനിക്ക് പുല്ലാണ് സോണിയ സോണിയ. തന്നെയാണോ ഇത്? അത് തന്നെ മുതുങ്കോല്. നീ വന്നോ? അല്ല നീ സ്വപ്നം അയ്യോ എടി എന്നെ ഒന്നും ചെയ്യാതെ. എടി നല്ലൊരു സ്വപ്നം കണ്ട് കിടക്കുന്നു. ഇല്ല എന്നെ കൊണ്ടുപോയേ. നീ അറിയുന്നു 6 മണിക്ക് എത്ര പറഞ്ഞാ ഞാൻ അകത്തേക്ക് കയറി വരൂ. എന്ത് സാധനം കിടക്കണത്? ഇതെന്റെ വെളുത്തച്ഛൻ, എന്റെ വളർത്തച്ഛൻ. വെളുത്തച്ഛൻ എന്താണ് ഇങ്ങനെ കിടക്കണത്? എണീക്കാൻ പറ്റാത്തോണ്ട്. അല്ല, ഞാനെല്ലാം പറയാം. എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത പ്രായം, പക്ഷേ ഞാനതെല്ലാം ഓർക്കുന്നു. എന്നെ എടുത്ത് വളർത്തിയ എന്റെ പഞ്ചമിയമ്മ ഒരു കൊരണ്ടയിലിരുന്ന് തെരണ്ടി മുറിക്കുകയായിരുന്നു. എന്താടി തുറുപ്പക്കനി? അവളുടെ ഒരു വെട്ടലി. എന്താടി ഇത്ര നേരമായിട്ട് കഞ്ഞും കറിയും ശരിയായില്ലേ? കുടിച്ചിട്ട് വരുമ്പോഴേ ഇവിടെ കഴിക്കാൻ വല്ലതും ഉണ്ടോന്നും കൂടി അന്വേഷിക്കണം. അല്ലാതെ വരുമ്പോ തന്നെ ചോറും കറിയും ഉണ്ടാക്കി തരാനേ ഇവിടെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ? നിന്നെ ഇന്ന് ശരിയാക്കി തരാടി. നിന്റെ മല നിങ്ങൾ എന്താണ് മനുഷ്യനെ കാണിക്കുന്നത്? തെരണ്ടി വാലുകൊണ്ട് അടിച്ച നിങ്ങൾ ദൈവം ശിക്ഷിക്കും. എന്നോടി നീ ആർക്ക് വെള്ളം കാച്ചാനിരിക്കണ ഇവിടെ? ഇന്നെന്റെ മുക്കുവൻ മുത്തിനു പോണം, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോണം.
ഇന്നെന്റെ മുക്കുവൻ മുത്തിനു പോണം, പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോണം. അരയത്തി പെണ്ണ് നൊന്ത് പ്രാഗി, അരയത്തി പെണ്ണ് നൊന്ത് പ്രാഗി. അവനെ കടലമ്മ കൊണ്ടുപോണം, അവനെ കടലമ്മ കൊണ്ടുപോയി. പക്ഷേ പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി. അച്ഛനെ കടലമ്മ കൊണ്ടുപോയി. അരയത്തി പെണ്ണുങ്ങളെല്ലാം തപസ്സിരുന്നു. കടലമ്മ കൊണ്ടുവന്നു. പക്ഷെ കിട്ടിയതോ ശവം പോലെ കിടക്കുന്ന ഈ വെളുത്തച്ഛനെ. കടലിലാട്ട് മുത്തിനു പോയി മുങ്ങിയ എന്നെ തെരണ്ടികൾ കൂട്ടം ചേർന്ന് വാലിനടിച്ച് കയ്യും കാലും ഒടിച്ച് തളർത്തി. പഞ്ചമിയെ തലേന്ന് ദൈവം തെരണ്ടികൾക്ക് കൊടുത്ത കൊട്ടേഷൻ. ആ ദൈവം കൊടുത്ത കൊട്ടേഷൻ എന്ന്. ഞാൻ നിങ്ങളോട് രണ്ടുപേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാണെന്ന് അറിയാമോ? ഈ തളർന്നു കിടക്കുന്ന എന്റെ വെളുത്തച്ഛന്റെ മുന്നിൽ വെച്ച് എല്ലാം തുറന്നു പറയാൻ. മലപ്പുറം ഏരിയയിൽ പിരിക്കുട്ടിയെയും തിരുവനന്തപുരത്ത് നായ്ക്കരണനെയും കല്യാണം കഴിക്കാൻ ഞാൻ ഹരികൃഷ്ണൻസിലെ നായികയൊന്നുമല്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയുന്നു. എന്റെ ഈ അച്ഛനെ ഈ കട്ടിലിൽ നിന്ന് ആരാദ്യം എഴുന്നേൽപ്പിക്കുന്നുവോ അയാളുടെ പെണ്ണാണ് ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഇതെന്താ ഇത്രയും വരെ പൊക്കിക്കൊണ്ട് സ്റ്റോപ്പിട്ട് പറഞ്ഞാ എനിക്ക് പറ്റിയല്ല. എനിക്ക് ഇതുപോലെ കട്ടിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ആർക്കും പറ്റും. പക്ഷേ ആരുടെയും ഔദാര്യമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ചുറുചുറുക്കുള്ള വെളുത്തച്ഛനെയാണ് എനിക്ക് വേണ്ടത്. 28 കലണ്ടറിൽ നോക്കിയാടാ. 27, 28, 29, 30. ഇന്നേക്ക് 30-ാം നാൾ ഈ കിടന്ന കിടപ്പിൽ കിടക്കുന്ന വെളുത്തച്ഛനെ എഴുന്നേൽപ്പിച്ച് ഈ നിൽക്കുന്ന വെളുത്തമ്മയെ സ്വന്തമാക്കും. ഇത് സത്യം സത്യം സത്യം. ഓ അല്ല സത്യോടെ ആരുടെ അനുഭവം വേണ്ടല്ലോ. വെളുത്തമ്മയ്ക്ക് അറിയാമോ, എന്റെ വടുകപ്പുളി അച്ഛൻ എനിക്ക് ഒരു ഓല തന്നിട്ടുണ്ട്. ഈർക്കിൽ ചെയ്യുമ്പോ ചൂലുണ്ടാക്കാനായിരിക്കും. ഓല എന്ന് പറഞ്ഞാൽ ഓല ഗ്രന്ഥം. അതിൽ മാറാ രോഗങ്ങൾക്ക് വരെയുള്ള മരുന്നുണ്ട്. അതുപയോഗിച്ച് ഞാൻ ഈ വെളുത്തച്ഛനെ കറുപ്പിച്ചിരിക്കും, നടത്തിച്ചിരിക്കും. അത് സത്യമാണ് വെളുത്തമ്മ. ഒന്ന് എഴുന്നേറ്റ് പോയിക്കടാ ഒന്ന്. വെളുത്തമ്മ കണ്ടോ, ഇന്നേക്ക് 30 ദിവസത്തിനകം ഈ ചത്ത ചാവം പോലെ നടക്കുന്ന ഈ കിളവനെ എന്റെ ഈ യൂനാനി മരുന്ന് കൊണ്ട് എഴുന്നേറ്റ് നടത്തിയിരിക്കും. അല്ലെങ്കിൽ അയാൾ നിറങ്ങിയെങ്കിലും പോവും. എന്റെ യൂനാനിത്തങ്ങളാണ് സത്യം.